ക്വാഡ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദിക്കും ഭാരതത്തിനും പ്രശംസാ പ്രവാഹം. ഊർജ്ജരംഗത്ത് വൻ പദ്ധതിക്ക് ഭാരതം അമേരിക്ക ധാരണ. ഇലക്ട്രോണിക് ഉപകരണങ്ങളെ തൊടാൻ പേടിച്ച് ഹിസ്ബുള്ള ഭീകരർ. മൊബൈൽ ഫോണുകളെ വിട്ട് പേജറുകളെ കൂട്ടുപിടിച്ചതോടെ നേരിട്ടത് സമാനതകളില്ലാത്ത തിരിച്ചടി. ശ്രീലങ്കയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ലോകവാർത്തകളുമായി എറൗണ്ട് ദ വേൾഡിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ 6ാമത് ക്വാഡ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന് നെറുകയിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തി നൽകുന്നതായിരുന്നു ഇത്തവണത്തെ ക്വാഡ് സമ്മേളനം. ഭാരതത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് പോലും പഠിക്കാനുണ്ടെന്നാണ് ജോ ബൈഡൻ പറഞ്ഞത്. ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം ലോകത്തിന്റെ മുന്നിലെത്തിക്കുന്നതിൽ ഭാരതം മികച്ച പങ്ക് വഹിക്കുന്നുവെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയും പറഞ്ഞു. നിർണായകമായ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നരേന്ദ്രമോദിയുടെ US സന്ദർശനം. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി അമേരിക്കയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി എത്തിയത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി US-ലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫിലാഡൽഫിയയിലെത്തിയപ്പോൾ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ക്വാഡ് ഉച്ചകോടി ഇത്തവണ ഇന്ത്യയിലാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ US പ്രസിഡന്റ് ജോ ബൈഡന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിന്റെ നാടായ വിൽമിംഗ്ടണിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗാണ് ക്വാഡ്. ലോകത്ത് പല രീതിയിലുള്ള സംഘർഷങ്ങളും പിരിമുറുക്കവും നിറഞ്ഞ സമയത്താണ് ക്വാഡ് ഉച്ചകോടി നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോളതലത്തിൽ അസ്ഥിരത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ക്വാഡ് നേതാക്കൾ അഗാധമായ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ഈ സമയത്ത് ക്വാഡ് അംഗങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ക്വാഡ് സഖ്യം ആർക്കും എതിരല്ല. പ്രാദേശിക അഖണ്ഡത, പരമാധികാരം, അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയെല്ലാം വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. എല്ലാ തർക്കങ്ങൾക്കും സമാധാനപരമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. हमारी बैठक ऐसे समय हो रही है जब विश्व तनावों और संघर्षों से घिरा हुआ है. ऐसे में साझा डेमोक्रेटिक वैल्यूज के आधार पर क्वाड का मिलकर साथ चलना पूरी मानवता के लिए बहुत ही महत्वपूर्ण है. हम किसी के खिलाफ नहीं हैं. हम सभी एक रूल्स बेस्ड इंटरनेशनल ऑर्डर, संप्रभुता और क्षेत्रीय अखंडता के सम्मान और सभी मसलों के शांतिपूर्ण ढंग से हल निकालने का समर्थन करते हैं. ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ കൗൺസിൽ മുതൽ ബഹിരാകാശ സാങ്കേതികത വരെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇന്ത്യ US പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഇരു നേതാക്കളുടെയും രാജ്യ സന്ദർശനങ്ങളെക്കുറിച്ച് പരാമർശിച്ച മോദി ഈ സന്ദർശനങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതായി അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബൈഡൻ പ്രതികരിച്ചത്. വിൽമിംഗ്ടണിൽ ബൈഡന്റെ വസതിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പരാമർശം. കൂടിക്കാഴ്ചയുടെ ഫോട്ടോകൾ പങ്കുവച്ച് ഇന്ത്യ US പങ്കാളിത്തം ചരിത്രത്തിലെ ഏതു കാലത്തേക്കാളും കൂടുതൽ ശക്തവും ചലനാത്മകവുമാണെന്ന് ജോ ബൈഡൻ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ഞങ്ങൾ ഓരോ തവണ ഇരിക്കുമ്പോഴും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള പ്രധാനമന്ത്രി മോദിയുടെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തുന്നു.
ഇന്നും വ്യത്യസ്തമായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹിരാകാശം, സെമി കണ്ടക്ടേഴ്സ്, ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ തന്ത്രപ്രധാന സാങ്കേതിക മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തിയ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജിയെ ഇരു നേതാക്കളും പ്രശംസിച്ചു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം, ബയോടെക്നോളജി, ഊർജം എന്നീ മേഖലകളിൽ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി ഇടപെടലുകൾ വർദ്ധിപ്പിക്കേണ്ടതിനെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചു. ഉഭയകക്ഷി സൈബർ സുരക്ഷാ ചർച്ചയിൽ സൈബർ ഇടങ്ങളിലെ സഹകരണത്തിനുള്ള പുതിയ സംവിധാനങ്ങൾ നേതാക്കൾ അംഗീകരിച്ചു. നാസയും ISROയും ഒന്നിച്ച് ബഹിരാകാശ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതി നേതാക്കൾ ചർച്ച ചെയ്തു. ഗാസ സംഘർഷത്തെക്കുറിച്ചും ഉച്ചകോടിയിൽ നരേന്ദ്രമോദി സംസാരിച്ചു. ഒക്ടോബർ 7 നടന്ന ഇസ്രായേലിനെതിരായ ഭീകരാക്രമണത്തെ അപലപിക്കുകയും യുദ്ധത്തിൽ തകർന്ന പലസ്തീൻ മേഖലയ്ക്ക് മാനുഷിക സഹായത്തിന്റെ അടിയന്തര പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും ഉടൻ മോചിപ്പിക്കണമെന്നും അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ എന്നിവരും വിൽമിംഗ്ടണിൽ നടന്ന യോഗത്തിലും പങ്കെടുത്തിരുന്നു. ക്വാഡ് ഉച്ചകോടിക്ക് ശേഷം ന്യൂയോർക്കിലെത്തിയപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഗംഭീരമായ വരവേൽപ്പാണ് അദ്ദേഹത്തിനായി ലോങ് ഐലൻഡിലെ ഇൻഡോർ സ്റ്റേഡിയമായ നാസോ കൊളീസിയത്തിൽ ഒരുക്കിയത്. 42 സ്റ്റേറ്റുകളിൽ നിന്ന് 15,000-ലേറെ പേർ പങ്കെടുത്തു. 500-ലേറെ കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിച്ചു. റാപ്പർ ഹനുമാൻ കൈൻഡ്, ഗുജറാത്തി ഗായകൻ ആദിത്യ ഗാദ്വി, ദേവിശ്രീ പ്രസാദ് തുടങ്ങിയവരുടെ സംഗീത പരിപാടികളും കഥക്, ഒഡീസി അടക്കമുള്ള നൃത്തരൂപങ്ങളും നാസോ കൊളീസിയത്തിൽ അരങ്ങേറി. അമേരിക്കൻ സന്ദർശനത്തിന്റെ 2ാം ദിവസം പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി മോദി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഗാസയിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തന്റെ ഉത്കണ്ഠ രേഖപ്പെടുത്തി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. കുവൈത്ത് രാജകുമാരൻ ഷെയ്ഖ് സബ ഖലീദ് അൽ ഹമദ് അൽ മുബാറക് അൽ സബിയുമായും നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി.